കൂർഗിലുള്ള നമ്മുടെ അടുത്തൊരു സ്പോട്ട് എന്ന് പറയുന്നത് നിസർഗത്തിലുള്ള നിസർഗധാമ. കൂർഗിലുള്ള നമ്മുടെ അടുത്തൊരു സ്പോട്ട് എന്ന് പറയുന്നത് നിസർഗധാമിയിലുള്ള ഒരു പെറ്റ് ഷോപ്പാണ്. 70 രൂപയ്ക്ക് 3 in 1. നമ്മളത് പറഞ്ഞ് സെറ്റാക്കി 50 രൂപയ്ക്ക് കയറി. അങ്ങനെ 5 പേര് ഞങ്ങൾ 200 രൂപയ്ക്ക് കയറി. എങ്ങനെയൊക്കെ ആളുകളടുത്ത് സംസാരിച്ച് കയറാമെന്നുള്ളതിന്റെ സ്പെഷ്യലിസ്റ്റാണ് മിസ്റ്റർ തസ്ലീം. ഫസ്റ്റ് തന്നെ കയറിയത് ഒരു ആന. ഇത് രമ്യുണ്ട്. ഇത് 3 in 1. എന്താ പറഞ്ഞാൽ റോബോട്ടിക്സ്, അനിമൽസ്, പിന്നെ ഫിഷ്, പിന്നെ കുറച്ച് ബേർഡ്സ്. ഇതാണ് സംഭവം. ഓക്കെ, കുതിരയല്ലേ, ഒട്ടകല്ലേ? കുതിര, മെയിൻ സാധനം കുതിര 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 കുതിര. ഓക്കെ, ഇതെന്താണ്? പാമ്പ്. അനാക്കോണ്ട, ഭീകരമായ അനാക്കോണ്ട. കാണത്താറാദിങ്ങൾ ഭീകരമായ അനാക്കോണ്ട. ഇതെന്താ? ഇതെന്താ തശു? ഇത് പാണ്ട, കരടി. ഇത് നമുക്ക് വലിയ കാര്യമില്ല കേട്ടോ. നമുക്ക് വേണ്ടത് മറ്റേ ഫിഷിന്റെ സ്പാ ഉണ്ട്. ഒറിജിനൽ പൈത്തൺ പിടിക്കാൻ പറ്റുമോ? 100 rupees ചാർജ് ഫോട്ടോ എടുക്കാൻ. തൊട്ട് വെക്കട്ടെ. റിയലാന്ന് എടുത്തേക്കാൻ കൊണ്ട് കൊടു. അശോക കൊത്ത് കിട്ടിയിട്ട് സീനാണ്. ഫോട്ടോ ഫോട്ടോ എടുക്ക. കിടക്കാനുള്ള സ്ഥലമാണ്. അണലില്ല, അണലി പെറ്റുപോലെ വളർത്തുന്നതാ. അതായിട്ടാണ് സംഭവം കാണുന്നത്. നമ്മുടെ ഷംനാസിനെ വിശ്വസിക്കാനുള്ളത് റിയൽ ആണെന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് ഒരുവിധ വിശ്വാസമില്ല. ഫേസ്ബുക്ക്, ചക്കനെ മൊത്തത്തില് വൈബൊക്കെ ഉണ്ട് ഇവര്. അതൊന്നും പറഞ്ഞിട്ടൊക്കെ ലാസ്റ്റ് അവനെ 4 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കേരളത്തിലൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ചെയ്യുന്നുണ്ട്. സംബന്ധിച്ചൊക്കെ ഇനി വിശ്വാസമായിട്ടുള്ള കേരളത്തിൽ തന്നെ ആളുകൾ ഇഷ്ടം പോലെ പെറ്റായിട്ട് വളർത്തേണ്ട സാധനം. ഇഷ്ടംപോലെ വേഗം. പക്ഷെ എനിക്ക് പേഴ്സണലി വലിയ ദേഷ്യം വരില്ല, കടിക്കൂല, പൊത്തുള്ളൂ. भैया जिसमें वश उंडा वशम पॉइजन ഉണ്ടാവില്ല എന്നാ പറയുന്നത്. भाई घर किधर है? यूपी में आएगा. हाँ, यूट्यूबर है. മൂവി സമ്മണ്ടൊരു പാമ്പ് പിടിച്ചിക്കണേ. ഷുഗർ ഗ്ലൈഡർ. ओ पेपर का अंदर नीचे सोना का. ഭയ്യ നമ്മുടെ കാലിൽ ഇവര് സ്പാ തരും പറഞ്ഞിട്ട് പറ്റിച്ചിട്ടാ. അവിടെ കുറച്ച് മീനുകളുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന മീനുകളാണ്. ഇതൊക്കെ നമ്മുടെ ഇത് നമ്മുടെ ടെട്ര. മൂക്കൊക്കെ ഷംനാസിന്റെ മൂക്ക് വരെ. ഹെഡ്ജ് ഹോഗ്. ഇതാണ് ഹെഡ്ജ് ഹോഗ്. ഇതും കേരളത്തിൽ കുറെ പേര് വളർത്തുന്നുണ്ട് ഈ സാധനം. എന്റെ വീട്ടിലുണ്ട്. എന്റെ വീട്ടിലില്ല.
ഇത് സ്റ്റോപ്പ് ആക്കി കുറച്ച് ഇവിടെ ഇവിടെ അക്യോറിയം കാണാനാണല്ലേ. ഇവിടെ ഉണ്ട്, സാധനം ഉണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇത് കളർ ടെട്ര പെയിന്റ് അടിച്ചിക്കാണ് ഇവര്. പെയിന്റ് അടിച്ചിട്ടാണോ നേരത്തെ? ചോപ്പ് കളർ പെയിന്റ് അടിച്ചതല്ലേ? ഒറിജിനലാണ്. തലയിലൊക്കെ ഉണ്ടല്ലോ അല്ലേ? അറിയില്ലാണ്, നമുക്കറിയില്ല. ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയണമെങ്കിൽ അയക്കാം. ആമാ ശാസ്ത്രജ്ഞന്മാരല്ല, പാമ്പിന് ഇവരിങ്ങനെ ബ്രീഡ് ചെയ്ത് ഉണ്ടാക്കണ രീതിയല്ലോ നമ്മുടെ നാട്ടിൽ തന്നെയൊന്നും കൊടുക്കും. ചാവകളുണ്ട്. ഈ ചാവനെ കണ്ടിട്ടില്ല, അതൊരു വെറൈറ്റി ചാവ. ഇതാണ് നോർമൽ ചാവ. ഈ സാധനമില്ല. സംഭവം വൈബാന്നിട്ടാ. അടിപൊളി. കഴിക്കാന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയുണ്ട്. അത് രക്ഷയില്ല, രക്ഷയില്ലാത്ത എല്ലാം. കളർ 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 കൊടുവോർ. ഇടക്കിടക്ക് കിസ്സൊക്കെ പഠിക്കുന്നുണ്ട് ഇവിടെ. നിങ്ങള് മറ്റേ എന്താ ഒരാള് ക്യാമറന്റെ അവിടെ വന്നിട്ട് ഒരാള് ക്യാമറന്റെ അവിടെ വന്ന് കച്ചറയാക്കുന്നുണ്ട്. ഞാൻ എന്റെ ചെവിയിൽ എന്തൊക്കെ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരാള് ക്യാമറന്റെ അവിടെ വന്ന് കച്ചറാക്കുന്നത്. നോക്ക്, എന്താണ് എനിക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടത്? എന്താ വേണ്ടത്? എന്താ വേണ്ട? എന്താ വേണ്ട? ഫുള്ള് എന്താ വേണ്ട? എന്താ വേണ്ട? ഇത് നല്ല കണക്കണ്ട. നല്ല കണക്കണ്ടതാ. ഓക്കെ ഭയ്യ, ടാറ്റ. താങ്ക് യു ഭയ്യ. ഓക്കെ ഭയ്യ, ടാറ്റ. താങ്ക് യു. ഓക്കെ ബൈ. പിന്നെ അത് അവിടെ കുറച്ച് കുഞ്ഞുകുട്ടികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുകുട്ടികൾ കുറച്ച് മീനുകളുണ്ട് കേട്ടോ. മീനുകൾ ഇവിടെ കുറച്ച് നോർമൽ മീനുകൾ ഉള്ളിൽ കയറാൻ പറ്റും. ഇതെന്തിനാന്നറിയാം ദശു ഇങ്ങനെ വെച്ചിരിക്കണേ? ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ഇത് അടയ്ക്കണം, എന്നിട്ട് അത് തുറക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിളികൾ വന്നാൽ പറക്കും. അതിനാണ് സംഭവം. അടിപൊളിയാണ്. കുറച്ച് പേഷ്യൻ കിറ്റൻസ് ഉണ്ട് കേട്ടോ അവിടെ. അതന്നെ സെയിം കളർ. കുറച്ച് പേഷ്യൻ കിറ്റൻസ്. പിന്നെ ഇതെന്താണ്? ഇത് നമ്മുടെ ഗിനി. ഗിനിയും കുറച്ച് ഫാൻസി കോഴിയും. ഇതേതാ ഫാൻസി കോഴി അറിയില്ല കേട്ടോ. 100 നോർമൽ പ്രാവ്. നമ്മുടെ നോർമൽ പ്രാവാണ് കേട്ടോ. ഒരു സ്പെഷ്യലില്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വന്നാൽ കാണാം ഈ സാധനങ്ങളൊക്കെ. നോർമൽ പ്രാവ്. പക്ഷെ കുഴപ്പമില്ലല്ലേ, നമ്മൾ 50 റുപ്യക്ക് വലിയ പ്രശ്നമില്ല. ഇത്ര വലിയ भैया ഒന്ന് വെറുതെ ചന്തത്തിന്. മേരാ घर में बेबी है, मैं ब्रीडर है. നമ്മള് പലതും പറഞ്ഞിട്ട്. ഹെൽമെറ്റ് ഉണ്ടോ? इधर भाई दे दो. കുറച്ചെടുക്കടാ.
ഒരു ഫോട്ടോ എടുക്കണം. പാസിന് കൊടുത്തിട്ടില്ല. സൂപ്പർ. നീ കൈതാത്ത് എന്നെ കാണുന്നില്ല. കൈതാത്ത് അയ്യോ പോടാ എന്റെ അടുത്ത് വരില്ല. അയാൾ അപ്പൊ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണല്ലേ പശുവിന്. സൂപ്പറായിട്ട് അടിപൊളി. ഫീഡ് ചെയ്യാത്ത ആളുകൾക്ക് നല്ല പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ബേർഡ് ഫീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലയിടത്തും ഭയങ്കര വില കൊടുത്തിട്ടല്ലേ വരിക. ഇവിടെ നമുക്കൊരു 70 റുപ്യക്ക് ഈ പരിപാടികളൊക്കെ നടന്നു. ആക്ച്വലി 50 രൂപയ്ക്ക് നമ്മൾ സംസാരിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് നല്ല. ഇപ്പോൾ കൂർഗിൽ വരുന്ന ആളുകൾക്ക് നിസർഗധാമയിലുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിസർഗധാമയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തിരി അത്യാവശ്യം വില കൊടുക്കണം തോന്നുന്നു ഇങ്ങനെയൊക്കെ ബേർഡ്സിന് ഫീഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് വളരെ കുഞ്ഞു പൈസയിൽ 70 റുപ്യക്ക് പരിപാടികളൊക്കെ നടക്കും. അപ്പോൾ അത് നോക്കി നോക്ക്. भैया इसका ബേർഡ്സ് നാം ക്യാ ഹൈ? കൊണൂർ. കൊണൂറിൽ ഏത് ബ്രീഡാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചക്കന്മാരൊക്കെ ഫുള്ള് വൈബ് ആയിട്ടാ. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇത് കിട്ടുന്നത്. എന്തായാലും അടിപൊളി. നിങ്ങൾ എല്ലാവരും വരിക. ചെറിയ ഇതുള്ളൂ. നമ്മുടെ ചെക്കന്മാരെല്ലാവരും ഉണ്ട് ഇവിടെ. ഭായിമാര് ചെറിയ ടിക്കറ്റ് ഉള്ളൂ. भाई तुम्हारा नाम किधर है? सुल्तान. सुल्तान का इधर है. അപ്പൊ ചക്കര വെറുതെ വൈവാക്കി കൊടുക്കേണ്ട. നമ്മുടെ പൈസയൊക്കെ കുറച്ച് കയറിയപ്പോഴേ ചക്കര ഫുള്ള് വൈവാക്കി കൊടുക്കേണ്ട. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇവരിവിടെ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയോ? നമ്മൾ അറിയാണ്ട് അടിയിൽ ഇറങ്ങാതിരിക്കാനാണ്. ഇറങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിനെ ചവിട്ടുമല്ലോ. അപ്പോൾ ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. പിന്നെ എന്തായാലും നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് സംഭവം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എടാ അത് തിന്നെടുത്ത് വായുണ്ടത് ആറി. തശ്രീഫിന്റെ ഇങ്ങനത്തെ കുറേ കഥ. അതുകൊണ്ടാണ് ഒരു കിസ്സൊക്കെ തന്നെ അടിപൊളിയായിട്ട്. ഇവിടെ കുറച്ച് കുഞ്ഞു കുട്ടികൾ കളിക്കാം. ഇത് സൺഫ്ലവർ കൊണൂറ്. സൺ കൊണൂറ്. അത് സൺ കൊണൂർ. അപ്പോൾ എന്തായാലും നിസർഗധാം വരുന്നവർക്ക് കൂർഗിൽ ഇതാക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. എന്താണ് നിസർഗധാമിലുള്ള ഒരു പെറ്റ് ഷോ. അപ്പോൾ ഇവിടെ കുറച്ച് കിറ്റൻസ് ഉണ്ട്. ഇപ്പോൾ കാണിച്ചു തന്ന മീനുണ്ട്, ഫിഷ് ഉണ്ട്, പാമ്പുണ്ട്, ഇഗ്വാനയുണ്ട്. ഇതൊന്നും വലിയ പ്രൈസ് ഇല്ല കേട്ടോ. നമുക്ക് 70 റുപ്യക്ക് മുതലാണ്. 70 റുപ്യക്ക് ഈ സംഭവങ്ങളൊക്കെ കാണാനും തൊടാനും പറ്റും. അതുകൊണ്ട് വലിയ പ്രശ്നമല്ല. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഭയ്യ സുൽത്താൻ ഇൻസ്റ്റാഗ്രാമിന് സുൽത്താൻ മൂപ്പര് നമ്മളെ സഹായിച്ചിട്ട് ഒന്നിനും പൈസ ഒന്നും വാങ്ങിയില്ല. മറ്റേതിൻ്റെ ഉള്ളിൽ കയറാനും പരിപാടികൾക്കൊന്നും. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ്. അപ്പോൾ കൂർഗിൽ വരുന്നവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ വേറൊരു പ്ലേസ് ആണ് നിസർഗധാം പെറ്റ് ഷോ. ഓക്കെ, നോക്കിയാൽ മതി, ചെയ്തു തരും. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.